ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങൾ, അത് എവിടെയാ? ഒരു മിണ്ടാട്ടോ അനക്കമൊന്നും ഇല്ലല്ലോ. മൊത്തം കേരളത്തിലുള്ള അല്ലേ, ഒരു മഴയത്തൊന്നും ഇല്ലല്ലോ അല്ലേ? സഹോദരങ്ങളെ സുഖമായിരിക്കുന്നു കേട്ടോ. വൈദ്യരെ ഞാൻ ഈശോയുടെ കൃപയാൽ വലിയ ദൈവാനുഗ്രഹപ്രദമായിട്ട് നടക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കണം, നന്ദി ശരിക്കും പ്രാർത്ഥിക്കണം കേട്ടോ. അച്ഛന്മാരെ കൊണ്ട് ഒരു ആശ്രമം നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും മേടിച്ച് തന്നേക്കാം. നിങ്ങൾക്ക് കുറവ് വേണ്ട. ഇല്ലേ ലൊയ്യ ശിവന്റെ മണ്ണിൽ നിന്നാണ്, കൽക്കുരിശ് മലയിൽ നിന്നാണ് കേട്ടോ. അവിടുത്തെ മരങ്ങളിലെ അതൊക്കെ ഒരു ഒച്ചയൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. അതൊക്കെ ഒരു ദൈവസ്തുതിപ്പിന്റെ ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മറിഞ്ഞ് പിന്നെ ഇന്നലത്തെ നിങ്ങൾ ആ ടോക്കിൽ ഞാൻ പറഞ്ഞായിരുന്നു അഭിഷേക് സിസ്റ്റേഴ്സിന്റെ സെന്ററിലുള്ള ശുശ്രൂഷ വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയ കാര്യം അതിന്റെ കാർഡൊക്കെ നോക്കിയേക്കണം കേട്ടോ. അതൊന്ന് ഒന്നോടെ ഓർപ്പിച്ചേക്കുവാണ്. നമുക്ക് ഇന്നൊരു നന്മറിഞ്ഞല്ലേ പ്രാർത്ഥിക്കേണ്ടത്. പ്രത്യേകിച്ച് വാസംബന്ധമായ മൗത്ത് സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് വേണ്ടി കുറെ പേര് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുരുക്കൾ വരുന്നവര്, അതേപോലെ തന്നെ ചിലപ്പോൾ വായുനാറ്റം പോലെയോ അല്ലെങ്കിൽ വലിയ അങ്ങനെ ഉദര സംബന്ധമായ അല്ലെങ്കിൽ അതൊക്കെ വായുവായിട്ട് കുറച്ച് കണക്ട് അങ്ങനത്തെ എല്ലാ രോഗപീഠങ്ങളും മാറാൻ വേണ്ടി തൊണ്ടയിലുള്ള ഇൻഫെക്ഷൻ, ലാരിഞ്ചൈറ്റിസ് അതുപോലത്തെ സംഗതികൾക്കെല്ലാം വേണ്ടി പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഈശോയുടെ പരിശുദ്ധ രക്തത്തിന് പ്രത്യേകമായൊരു മാസം ആയതുകൊണ്ട് വലിയ സൗഖ്യം കിട്ടും കേട്ടോ. കഴിഞ്ഞ അഭിഷേകാన్ని കൂടി ജലത് പറഞ്ഞത് ആ ശുശ്രൂഷ ഒന്നുകൂടി ഒന്ന് കൂടണം, പലപ്രാവശ്യം കൂടണം. അത് ചെയ്യുന്നത് നല്ലതാണ്. വലിയ സൗഖ്യം കർത്താവ് തരും. നമുക്ക് അതിനുള്ള വേണ്ടി പ്രാർത്ഥന നന്മ ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വെളിപാട് 4:8 അടിസ്ഥാനപ്പെടുത്തിയാണ്. സ്വർഗത്തിലെ പ്രാർത്ഥന ഇപ്പോഴേ ചൊല്ലി തുടങ്ങാന്നുള്ളതാണ്. വലിയൊരു വചനമാണ് കേട്ടോ. ഞാൻ വചനത്തിന് മുമ്പിലുള്ള കോണ്ടെക്സ്റ്റ് പറയാം. അതിന്റെ തൊട്ട് മുകളിൽ 2 വചനങ്ങൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. അതായത് 4 ജീവികളെ കുറിച്ച് പറയാം. അതിന്റെ ഒരെണ്ണത്തിന്റെ ഷേപ്പ് കഴുകനെ പോലെ, വേറൊന്ന് മനുഷ്യനെ പോലെ, വേറൊന്ന് കാളയെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞാൽ അത് എന്തിനെ സൂചിച്ചാൽ മറ്റൊന്ന് സിംഹത്തെ പോലെ. ഈ 4 സുവിശേഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പറയാം ആ 4 ജീവികൾ ചിറകുകളെ കുറിച്ച് പറയാം. എന്നിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി പറയുകയാണ്. ഇവർ രാപകൽ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുക, രാപകൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് സ്വർഗത്തിന്റെ പ്രാർത്ഥനയാണ്. നമ്മൾ ഇവിടെ വെച്ച് നല്ല ട്രെയിനിങ് കിട്ടിപ്പോയില്ലെങ്കിൽ സ്വർഗത്തിൽ ചിലപ്പോൾ ട്രെയിനിങ് കോഴ്സിന് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതങ്ങ് പഠിച്ചോ. അതിങ്ങനെയാണ്: ആയിരുന്നവൻ, ആയിരിക്കുന്നവൻ, വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നല്ല പ്രാർത്ഥനയല്ലേ അല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഞങ്ങൾ ചൊല്ലിക്കുക. ഇപ്പൊ തന്നെ കാണാതെ പഠിക്കാൻ പറയാം. ആയിരിക്കുന്നവനും അല്ലേ, അങ്ങനെ പറഞ്ഞേ കിട്ടിയല്ലേ? ആയിരുന്നവനും ആയിരിക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞേ, ആയിരുന്നവൻ ആയിരിക്കുന്നവൻ. അത്രയും ക്ലിയർ ആണല്ലോ. ആയിരുന്നവൻ ആയിരിക്കുന്നു. വരാനിരിക്കുന്നവൻ അവൻ സർവശക്തൻ, വരാനിരിക്കുന്നവൻ സർവശക്തൻ, ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്റെ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നമ്മൾ ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാം. ആയിരുന്നവനും ആയിരിക്കുന്നവനും അല്ലെ, വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നിങ്ങൾ ഈ പ്രാർത്ഥന രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു 4-5 പ്രാവശ്യം പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ പോണ സമയത്തൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ ഒരു അനോയിന്റിങ് ഇങ്ങോട്ട് വന്ന് പറയും. സ്വർഗത്തിന്റെ പ്രാർത്ഥനയാണ്, മാലാഖമാരുടെ പ്രാർത്ഥനയാണ്, സുവിശേഷത്തിന്റെ പ്രാർത്ഥനയാണത്. അതുകൊണ്ട് അത് നമ്മൾ ഇതുപോലെ ഒറ്റക്കെട്ടിങ്ങനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധന സ്വരീയം പുകഴ്ച പറയല്ലേ എന്ന് പറയുന്നവൻ ആയിരിക്കുന്നവൻ അല്ലെ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ. അത് ചുമ്മാ നമ്മളിങ്ങനെ പച്ചവെള്ളം അങ്ങനെ പറഞ്ഞാൽ പോരാ, ശരിക്കും പ്രാർത്ഥന പോലും പറയും. ഇപ്പൊ ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെയല്ല, ശരിക്കും അങ്ങ് പറഞ്ഞു മാനസിരുത്തി അങ്ങ് പ്രാർത്ഥിച്ചു. അതുപോലെ ദൈവാനുഗ്രഹം ഉണ്ട്, അതുപോലെ കൃപ നമുക്ക് ജീവിതത്തിൽ നിന്ന് അറിയും. പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. സ്വർഗത്തിന്റെ പ്രാർത്ഥന ഇപ്പോഴേ ചൊല്ലി തുടങ്ങും. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഒരു മനസ്സോടെ സ്തുതിക്കുകയാണ്. കർത്താവ് സ്വർഗത്തിന്റെ ആ പ്രാർത്ഥന ഞങ്ങൾ ഒരു മനസ്സോടെ സ്വീകരിക്കുക. ആ പ്രാർത്ഥനയോട് ചേർന്ന് ഞങ്ങളിപ്പോൾ സ്തുതിക്കുക. എല്ലാവരും സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾ ആവർത്തിക്കുകയാണ്. കർത്താവ് ഇപ്പോൾ കർത്താവ് മൗത്ത സംബന്ധമായ വാസംബന്ധമായ രോഗങ്ങളുള്ള ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ചില സർജറികളൊക്കെ തീരുമാനിച്ചിരിക്കുന്നവർ, തൈറോയിഡ് തുടങ്ങി അതുപോലെ തന്നെ നിരന്തരമായിട്ട് സ്വരത്തിന് കംപ്ലൈന്റ് ഉള്ളവർ, സ്വരം നഷ്ടപ്പെട്ടു പോയവര്, കർത്താവ് കുരുക്കളൊക്കെ വരുന്നവര്, അങ്ങനത്തുള്ള എല്ലാ തരത്തിലും രോഗങ്ങളും ഈശോയുടെ പരിശുദ്ധ രക്തത്തിന് ശക്തിയാണ് സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ആശീർവദിക്കുക. ഓ കർത്താവായ ദൈവമേ, ഇവരെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ഈ പ്രാർത്ഥന കാണാതെ പഠിച്ച ദിവസം പല പ്രാവശ്യം പ്രത്യേക ഗ്രേസ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. യേശുവിന്റെ കുരിശനാൽ, യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ വചനത്താൽ നിങ്ങളെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.